ഹേ ഗായ്സ്, വെൽക്കം ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുലാവിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. കുട്ടികളുടെ ലഞ്ച് ബോക്സിനായാലും പെട്ടെന്നൊരു ഗസ്റ്റ് വരുമ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു പുലാവിൻ്റെ റെസിപ്പിയാണ്. സോ തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ല. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് അറിയിക്കാനുണ്ട്. കൂടാതെ ഇനി മുന്നോട്ടും ഇതുപോലെ തന്നെ സപ്പോർട്ട് ഉണ്ടായിരിക്കും എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ റെസിപ്പിയിലോട്ട് കിടക്കാം. വീട്ടിൽ ചെറിയ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനിവിടെ ബാസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അതൊരു 4 കപ്പ് ബാസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം ഒരു അരമണിക്കൂർ ഞാൻ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി വെള്ളം വാർന്ന് നമുക്ക് റെഡിയാക്കി സൈഡിൽ വെച്ച് കൊടുക്കാം. ആ സമയം കൊണ്ട് നമുക്കൊരു കുക്കർ എടുക്കാം. കുക്കറിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് നെയ്യ് താല്പര്യം ഇല്ലെങ്കിൽ ബട്ടറോ ഓയിലോ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ നെയ്യ് ചേർക്കുമ്പോൾ അതിൻ്റെതായ പ്രത്യേക ഒരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. നെയ്യ് ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു 2 ബേ ലീവ്സ് ഞുറുക്കിയിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു ചെറിയൊരു പീസ് പട്ട ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3-4 ഏലക്കായും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 4-5 ഗ്രാമ്പും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കാഷ്യൂ നട്ട്സ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കാഷ്യൂ നട്ട് ഒന്ന് റോസ്റ്റായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് കിസ്മിസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് താല്പര്യം ഉണ്ടെങ്കിൽ ആഡ് ചെയ്തു. പക്ഷേ നമ്മുടെ ഈ പുലാവിന് കിസ്മിസ് ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇനി കിസ്മിസും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കിസ്മിസ് ഒന്ന് വഴറ്റി വന്നതിന് ശേഷം, അതായത് റോസ്റ്റായി വന്നതിന് ശേഷം, നമ്മളിവിടെ വാഷ് ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബസ്മതി റൈസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് പതിയെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പതിയെന്ന് വെച്ചാൽ നമ്മൾ ഹാർഡായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. സോ നമുക്ക് ലൈറ്റ് ഹാൻഡ് പതിയെ തന്നെ നമുക്ക് ഇത് മിക്സ് ചെയ്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഏകദേശം 3-4 മിനിറ്റ് നമുക്ക് ഇതേപോലെ നെയ്യിൽ നിന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ അരി ഇവിടെ നന്നായിട്ട് ആ ഒരു നെയ്യിൽ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിത് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 4 ഗ്ലാസ് റൈസാണ്, അരിയാണ് എടുത്തിരുന്നത്. അതിലോട്ട് 8 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ അതായത് അരി എടുത്തതിൻ്റെ ഡബിൾ വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അത് ഓരോ അരിക്കുള്ള പ്രത്യേകത ഓരോ ഇതനുസരിച്ചായിരിക്കും കേട്ടോ. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ലേശം മുന്നോട്ടായിരിക്കണം, കാരണം വെന്ത് കഴിയുമ്പോൾ ചോറിന് ആ ഒരു ഉപ്പിൻ്റെ സ്വാദ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് മുന്നോട്ട്. ഇനി നമുക്ക് ലിഡിട്ട് ക്ലോസ് ചെയ്ത് ഒരു 2 വിസിൽ വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി വെക്കാം കേട്ടോ. അതിനായിട്ട് ഞാനൊരു ബൗള് ഒരു 2-3 ടേബിൾ സ്പൂൺ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല തണുത്ത പാലാണ്, അതായത് തിളപ്പിച്ച് ആറിയ പാലാണ്. അതിലോട്ട് ഒരു 3-4 സ്ട്രിങ്സ് നമ്മുടെ സാഫ്രോൺ ആഡ് ചെയ്ത് കൊടുക്കാം. സാഫ്രോൺസ് ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു കളറും നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. സോ സാഫ്രോൺ ഉണ്ടെങ്കിൽ ആഡ് ചെയ്തോളൂ, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെസ്റ്റിന് വെച്ച് കൊടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ കുക്കർ ഇവിടെ 2 വിസിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിസിൽ നമുക്കൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം, അതായത് ലിഡ് ഓപ്പൺ ചെയ്തെടുക്കാം കേട്ടോ. വാവ്, സൂപ്പറാണ് കേട്ടോ. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ആ ഒരു മസാലകളുടെയും ആ ഒരു നെയ്യുടെ സ്മെല്ല് വളരെ നല്ലതാണ്. അപ്പം നമുക്കിവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന, അതായത് നമ്മൾ പാലിൽ സാഫ്രോൺ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പാല് നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ഫ്ലേവറും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കൂ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സ്കിപ്പ് ചെയ്യാതൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിൻ്റെ മേലെ കൂടെ നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് തീർച്ചയായിട്ടും ഓപ്ഷണലാണ്. ഞാൻ കുറച്ച് കളേഴ്സ്, ജസ്റ്റ് ഒന്ന് ഓറഞ്ച് കളർ ജസ്റ്റ് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് അതും കൂടെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഗസ്റ്റ് വരുന്നതാണല്ലോ, അപ്പോൾ അവർക്ക് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ആഡ് ചെയ്യുന്നത്. കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു കളർ യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് പതിയെ ലൈറ്റായിട്ടൊന്ന് ഈ വകയെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സർവിങ് പ്ലേറ്റിലോട്ട് നമ്മുടെ ഈ ഒരു പുലാവ് ഒന്ന് സെർവ് ചെയ്താലോ. വളരെ ടേസ്റ്റിയും നല്ല ആവി പറന്ന നല്ലൊരു അറോമ കൂടെ നമ്മുടെ ഈ ഒരു പുലാവ് വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നമുക്ക് ചല്ലാസിൻ്റെ കൂടെയും, അതായത് സാലഡിൻ്റെ ഒപ്പവും പപ്പടത്തിൻ്റെ ഒപ്പവും, പിന്നെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല ക്രീമി ആയിട്ടുള്ളൊരു പനീർ കറി, മലായി പനീർ, സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഇതിൻ്റെ കൂടെ എന്ത് കറി വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ആലു പനീർ കഴിക്കാം. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി, അതായത് അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു പുലാവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലെ തന്നെ നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടെസ്റ്റിബിൾ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും stay tuned, be happy and keep smiling. Thank you for watching and bye-bye.